ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ സൈറ്റ് വരുന്നത് ന്യൂ ശോഭ, അതായത് പുതുക്കാട് സ്ഥിതി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഇവിടെ ഒരു 50 കിലോ വാട്ടാണ് നമ്മൾ സോളാർ ഓൺ ഗ്രിഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുറച്ച് ഇലക്ട്രിഫിക്കേഷൻ വർക്കും കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്ക് 2 പാനലുകൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്, അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരെണ്ണം മീറ്റർ പാനലും ഒരെണ്ണം LV പാനലാണ് വരുന്നത്. മീറ്ററിങ് പാനലിൽ സോളാർ പാനലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു 2 ഇന്നും ഒരു ഔട്ടും വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്തിരിക്കുന്നത്. അതിൽ 2 ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം KCB ഇന്നും ഒരെണ്ണം സോളാർ ഇന്നുമാണ്. ഔട്ട് നേരെ ഈ ബിൽഡിങ്ങിലേക്കുള്ള ഔട്ടും, അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ അസംബിൾ ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാനൽ വരുന്നത് LV പാനലാണ്. LV പാനൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് ഡെവലപ്പ് ചെയ്ത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ വർക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്ലോർ വൈസും നമുക്ക് DB ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് DB ഒക്കെ വെച്ചിട്ട് LV പാനലിൽ നിന്ന് കൺട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഈ ഇലക്ട്രിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു മാനറിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഇറക്കിയത് മീറ്റർ പാനലും ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് LV പാനലാണ്. മീറ്ററിങ് പാനലിൽ നിന്ന് നേരെ കേബിൾ വന്ന് കയറുന്നത് LV പാനലിലേക്കാണ്. അതിനുശേഷം LV പാനലിൽ നിന്നാണ് ഓരോ ഫ്ലോറിലത്തെ DBയിലേക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2 പാനലും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന പാനലാണ് LV പാനലായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാണുന്ന പാനൽ മീറ്ററിങ് പാനലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന LV പാനൽ നമ്മൾ ആ സ്റ്റെയറിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി 50 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടറൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തതാണ്. ഇവിടെയായിട്ട് നമ്മൾ LV പാനൽ ഫിക്സ് ചെയ്യും. മീറ്ററിങ് പാനൽ, അതായത് ഈ കാണുന്ന ഒരു പാനൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ 2 ഇന്നാണ് വരുന്നത്. അതിൽ സോളാർ വരുന്നത് ഫസ്റ്റ് കാണുന്ന ഒരു പോർഷനിലാണ്. സോളാറിൽ നിന്ന് വരുന്ന കേബിൾ ഈ ഒരു ഇതിൽ കയറിയിട്ട് സ്വിച്ച് ചെയ്തിട്ടാണ് ബസ് ബാറിൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ KCBയിൽ വരുന്ന മീറ്റർ ഇതിലാണ് വരുന്നത്. അതിനും ഒരു സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. അതിനുശേഷം ഈ കാണുന്ന ചേമ്പറിൽ നിന്നാണ് നേരെ ഔട്ട് പോകുന്നത്. ഔട്ട് നേരെ പോയി വന്നിട്ട് LV പാനലിൻ്റെ ഇന്നിലേക്കാണ് വന്ന് കയറുന്നത്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നൊരു മീറ്റർ പാനൽ ബോക്സാണ് ഈ കാണുന്നത്. ഇത് ACP ഷീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ACP ഷീറ്റ് ഒക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ പുതിയ മീറ്ററിംഗ് പാനലും പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ മീറ്റർ പാനൽ ടെമ്പററി ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം അത് ഓൾറെഡി ലൈവായിട്ടുള്ളൊരു മീറ്ററിംഗ് പാനലാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്ററിംഗ് പാനൽ പതുക്കെ സ്ലൈഡ് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുവേണ്ടി ഈ പോർഷനിൽ നമ്മൾ ടെമ്പററി ഒരു സ്ട്രക്ചർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മീറ്റർ പാനൽ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം പുതിയ പാനൽ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ ടെമ്പററി നമ്മളൊരു സ്ട്രക്ചർ അടിച്ചതിന് ശേഷം ആ മീറ്ററിംഗ് പാനൽ പതുക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം പഴയ മീറ്ററിൽ നിന്ന് അതേ പൊസിഷനിലേക്ക് തന്നെ നമ്മൾ പുതിയ മീറ്ററിംഗ് പാനലും പ്ലേസ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മീറ്ററിംഗ് പാനൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലിരിക്കുന്ന പഴയ മീറ്ററിംഗ് പാനലാണ്. അതിപ്പോഴും ലൈവാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എർത്തിനുള്ള കുഴിയാണ് എടുക്കുന്നത്. എർത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 2 ഇഞ്ച് ഡയാമീറ്ററുള്ള 2 മീറ്റർ ലെങ്ത്തുള്ള GI പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ 3 എർത്ത് കുഴിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ എർത്ത് കുഴി ആ പോർഷനിൽ, മൂന്നാമത്തെ എർത്ത് പുറത്തുമായിട്ടാണ് വരുന്നത്. അങ്ങനെ കുഴിയെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ GI പൈപ്പ് ഇറക്കി വെച്ചതിന് ശേഷം എർത്തിങ് ബോണ്ട് മിക്സ് ചെയ്തേക്കുന്ന മണ്ണാണ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട്. എർത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ട്രെഞ്ചാണ് എടുത്തത്. ഇത് എർത്തുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാനലിൽ നിന്ന് LV പാനലിൽ നിന്ന് DC ജനറേറ്ററിലേക്ക് പോകുന്ന കേബിൾ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെഞ്ച് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 അടി താഴെയുള്ള ട്രെഞ്ചിലേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് DC ജനറേറ്ററിലേക്ക് പോകുന്ന കേബിളാണ് ആദ്യം വലിക്കുന്നത്.
ഈ ഒരു കേബിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സ്ക്വയർ mm 3.5 കോർ കേബിളാണ് നമ്മൾ വലിക്കുന്നത്. അതിനുശേഷം നമ്മൾ 1.5 സ്ക്വയർ mm 2 കോർ കേബിള് 2 നമ്മൾ ഇടുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ്. അതായത് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്ത് ജനറേറ്റർ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളായിട്ടാണ് നമ്മൾ ഈ 2 കേബിളും ഇടുന്നത്. അങ്ങനെ കേബിള് എല്ലാം ഇട്ടതിന് ശേഷം ഒരു ലെയർ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കോപ്പർ ഇടുന്നത്. ഇത് എർത്തുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാനും ന്യൂട്രലിനും വേണ്ടിയിട്ടുള്ള കോപ്പറാണ് നമ്മൾ ഇടുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 4-ന്റെ കോപ്പറാണ്. നമുക്ക് സൈസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഡൈ ഉണ്ട്. അപ്പോൾ 4-ന്റെ കോപ്പറാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ കോപ്പറിൻ്റെ എൻഡുകളൊക്കെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലെഗ് അടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും സൈസുള്ള കോപ്പർ ആയതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് ക്രിമ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വട്ടം നമ്മൾ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ലെഗിൻ്റെ ഒരു ക്രിമ്പിങ് ഏരിയയിൽ നമുക്ക് 2 വട്ടം ക്രിമ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടിയിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ക്രിമ്പ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പം അങ്ങനെ ക്രിമ്പിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയാണ് വരിക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴിച്ചിട്ട GI പൈപ്പുമേ ഈ ക്രിമ്പ് ചെയ്ത ലെഗ് പിടിപ്പിക്കുന്നതിനായിട്ടുള്ള ക്ലാമ്പാണിത്. ഇത് കോപ്പർ തന്നെയാണ്. അതിൽ നമ്മൾ ടിൻ കോട്ടഡ് ചെയ്തേക്കാണ്. ഇപ്പം നമുക്ക് ഈ ഏരിയയിൽ ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോപ്പറിൻ്റെ ഒരു കളർ കാണാൻ സാധിക്കും. ഈ ടിൻ കോട്ടഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിൻ്റെ അടിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ക്ലാവ് പിടിച്ചതിൻ്റെ കോണ്ടാക്റ്റ് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു രീതിയിൽ പ്ലേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150-ൻ്റെ കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് അണ്ടർഗ്രൗണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ ഇനി ഒരു എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ തന്നെ വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ കേബിളിനെ വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 150-ൻ്റെ കേബിൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു കേബിൾ നമ്മളൊരു ട്രെഞ്ച് എടുത്തിട്ടാണ് മീറ്റർ ബോക്സിൻ്റെ അവിടെ മീറ്റർ പാനലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അത് നമ്മളൊരു 2 അടി താഴ്ചയിൽ ട്രെഞ്ച് എടുത്തതിന് ശേഷമാണ് ഈ കേബിൾ റൂട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു റൂട്ടിൽ നമുക്ക് കുറച്ച് ഏരിയ മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോൺക്രീറ്റ് ജാക്ക് ഹാമർ വെച്ച് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ഈ റൂട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് പ്ലാൻ ചെയ്തത് ഈ ഒരു ഏരിയയിൽ കൂടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൂടെ നേരെ മീറ്റർ ഇരിക്കുന്ന ആ പോർഷനിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ കോൺക്രീറ്റ് ചെയ്തേക്കണം. കാരണം അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. എങ്കിലും നമുക്കത് ആ റൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കോൺക്രീറ്റ് പൊട്ടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ നമ്മുടെ പാനലിൻ്റെ ഇറക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അങ്ങനെ നമ്മുടെ ഗ്ലാൻഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 കേബിളാണ് വന്നേക്കുന്നത്. ഒന്ന് ജനറേറ്ററിൽ നിന്നുള്ളതും ഒന്ന് മീറ്ററിൽ നിന്നുള്ളതും. ഇപ്പോൾ ജനറേറ്ററിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ ബോക്സിൽ നിന്നാണ് എല്ലാ DBകൾക്കുള്ള ഔട്ട് പോയിരുന്നത്. അതെല്ലാം കേബിളായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെർമിനേഷൻ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാനലിലുള്ള ടെർമിനേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി പിന്നെ DC-ന്ന് അതായത് ജനറേറ്ററിൽ നിന്ന് ഔട്ട് പോകുന്ന ടെർമിനേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ജനറേറ്ററിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കമ്മീഷൻ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ LT പാനല് അതിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ലൈവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങും കമ്മീഷനിങ്ങും ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ KCBൻ്റെയും അതുപോലെ തന്നെ ജനറേറ്ററിൻ്റെയും മോഡുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിലിപ്പോൾ KCBയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറേറ്റർ ആയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ് ലൈറ്റ് കത്തി നിൽക്കുക. അങ്ങനെ ജനറേറ്ററിലേക്കുള്ള കേബിള് ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. നേരെ ഈ ഒരു ഇൻ്റർലോക്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രഞ്ച് എടുത്തതും കാര്യങ്ങളൊക്കെ. നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ ജനറേറ്റർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൽ ഈ ഒരു സ്വിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിനായിട്ടുള്ള ലോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഓരോ സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ MCB വെച്ചേക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഓരോ സെക്ഷനിലേക്കുള്ള കേബിളുകളും നമ്മൾ ഗ്ലാൻഡ് ചെയ്ത് ക്യാബിനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 5 കേബിളാണ് നമ്മൾ ഇവിടുന്ന് ഔട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഈ ഒരു വലിയ കേബിളാണ് മെയിൻ DBയിലേക്ക് പോയിരിക്കുന്നത്, അതായത് ലോഡെല്ലാം ഉള്ള DBയിലേക്ക്. പിന്നൊക്കെ ലൈറ്റ് DBകളാണ്, അതിലേക്കൊക്കെയാണ് ഓരോ കേബിളുകളും പോയിരിക്കുന്നത്. ഈ ഫ്രണ്ടിലെ പോർഷനിൽ കാണുന്ന ഈ 2 കേബിളും ഇവിടെ 2 ഇൻവെർട്ടർ സെറ്റ് ഉണ്ട്. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേബിളുകളാണിത്. ഇപ്പം നേരത്തെ നമ്മൾ ടെമ്പററി ആയിട്ട് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം അതെല്ലാം മാറ്റി പെർമനൻ്റ് ആയിട്ടുള്ള ലാബിലും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വലിയ സ്വിച്ചിങ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ്. അവിടെ പവർ DB ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഓരോ MCBകളാണ് ഓരോ ഓരോ ഫ്ലോറിലേക്ക് വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത്. അവിടെ അധികം ലോഡുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നെ അത് കൂടാണ്ട് ഒരു 3 സ്പെയറും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 2 ഇൻവെർട്ടർ ചാർജ് ചെയ്യാനുള്ള 2 MCBകളാണ്. പിന്നെ നമ്മൾ മീറ്റർ പാനലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ കാണാം. ഫസ്റ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ സോളാർ മീറ്ററാണ്. പിന്നെ KCB മീറ്റർ, 2 മീറ്ററാണ് വരുന്നത്. ഇത് 2 സ്വിച്ചിങ്, ഒരു സ്വിച്ച് ഉണ്ട്, റോട്ടറി സ്വിച്ച് ഉണ്ട്. അത് ത്രൂ ആണ് ബസ് ബാറിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇതിന് MSBയിലേക്ക് പോയിരിക്കുന്ന ഒരു കേബിൾ ചാമ്പറാണ് ഈ കാണുന്നത്. ഈ ഒരു കേബിൾ ചാമ്പറിൽ നിന്നാണ് ഔട്ട് പോകുന്നത്. ഇതിൽ നിന്ന് പോകുന്നതാണ് LT പാനലിൽ പോയി കയറുന്നത്. നിലവിലുണ്ടായിരുന്ന സർവീസ് കേബിളുകളുടെ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 70-ൻ്റെ ABC കേബിൾ, 70 സ്ക്വയർ mm ABC കേബിളാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കേബിളിന് പകരം ഇടാൻ പോകുന്നത്. ഇപ്പം നിലവിലുള്ള കേബിൾ ചെറിയ കേബിൾ ആയതുകൊണ്ട് ഈ ഒരു പോസ്റ്റമിക്കാണ് വലിച്ചു കെട്ടിയിരുന്നത്. പക്ഷേ ABC കേബിളിന് നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സപ്പോർട്ടിങ് പോസ്റ്റ് എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കുഴിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോസ്റ്റ് ഉറപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡെപ്തിൽ കുഴി എടുത്തതിന് ശേഷം പോസ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് അപ്പോൾ നിവർത്തി വെച്ചതിന് ശേഷം അത് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം വേണം മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട്. മുന്നുണ്ടായിരുന്ന പാനലിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ ലൈവാക്കി കൊടുത്തേക്കുന്നത്. കാരണം ഈ ഒരു ഷോപ്പ് ലൈവ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ഓഫ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലൈന് മുന്നുണ്ടായിരുന്ന ലൈന് ടെമ്പററി ആയിട്ട് അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ABC കേബിൾ ടെർമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പുതിയ പാനലിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്താണ് പാനൽ ബോർഡിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കേബിളുമ്പോൾ നമുക്ക് ഈ കേബിളിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഫേസും ന്യൂട്രലും കാര്യങ്ങളൊക്കെ CT വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. $50 കിലോ വാട്ടിൻ്റെ ലോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ CT മീറ്ററാണ് യൂസ് ചെയ്യാൻ പറ്റുക.
അതുകൊണ്ടാണ് നമ്മളിപ്പോൾ CT വെച്ചിട്ട് നമ്മൾ മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ABC കേബിള് ടാഗ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴിച്ചിട്ട ആ പോസ്റ്റമിക്കാണ്, ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മളിത് ലോഡ് ചെയ്ത് നിർത്തുന്നത്. ഈ മുന്നേ ഉണ്ടായിരുന്ന സർവീസ് കേബിൾ ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ABC കേബിൾ കണക്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഈ ഷോപ്പിൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് സപ്ലൈ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ CT മീറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 3 ഫേസും ഒരു ന്യൂട്രലും നമ്മൾ CT വെച്ച് കണക്ട് ചെയ്തേക്കണേ. ഇതിൻ്റെ മെയിൻ സ്വിച്ചാണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഡിസ്കണക്ട് ആയി പോകും. അപ്പം അങ്ങനെ നമ്മൾ മീറ്ററെല്ലാം ക്ലോസ് ചെയ്ത് അത് ലൈവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പഴയ മീറ്ററും അവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ പാനലിങ് കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അപ്ഗ്രേഡേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.